സജ്ജനങ്ങൾക്ക് സസ്നേഹ പ്രണാമം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. നമ്മളുടെ ലളിത സഹസ്രനാമ പഠന ക്ലാസ് ആരംഭിക്കുകയാണ്. നമ്മളുടെ ക്ലാസ് നയിക്കുന്നത് നമ്മളുടെ പ്രിയങ്കരനായ സുഹൃത്ത് ശ്രീ ശ്രീനിവാസൻ പന്തലിങ്കലാണ്. ക്ലാസ് നയിക്കുന്നതിന് മാഷിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ മാഷെ. നമ്മളുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മളുടെ ഈ കഴിഞ്ഞ 100 ശ്ലോകങ്ങൾ പരിപൂർണമായ സന്ദർഭത്തിൽ നാം നടത്തിയ അംബാജി തീർത്ഥയാത്രയെ പറ്റിയ ഒരു ചെറിയ വിശേഷണത്തോടു കൂടി തന്നെ നമുക്ക് ആരംഭിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. വിശദമായിട്ട് മാഷ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നതായിരിക്കും. നമസ്തേ മാഷെ. നമസ്കാരം തിരുവേനി, എല്ലാവർക്കും നമസ്കാരം. കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായാൽ ക്ഷമ ചോദിക്കുന്നു. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം ശ്രീമാത്രേ നമ. ഓം മഹാദേവ്യേ നമ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. തിരുമേനി പറഞ്ഞതുപോലെ ദേവിയുടെ കൃപ പ്രത്യക്ഷമായിട്ട് അനുഭവപ്പെട്ട ഇതിപ്പോൾ ഗ്രൂപ്പിൽ ഇതിന് പോരാൻ സാധിച്ചവർ മാത്രമല്ല, ഈ തീർത്ഥയാത്രയിൽ പങ്കെടുക്കാൻ പറ്റാത്തവരുടെയൊക്കെയും ആ ദേവി ഭക്തി വളരെ കൃത്യമായിട്ട് തന്നെ പ്രതിഫലിച്ചതായിരുന്നു എല്ലാം സംഭവിച്ചത്. കാരണം അത്രയും സെക്യൂരിറ്റി റെസ്ട്രിക്ഷനുള്ള ഒരു അമ്പലത്തിൽ 50 പേര് ഫ്രീ ആയിട്ട് കയറുന്നു. അമ്പലം അടച്ച സമയം മുതൽ നമുക്ക് യാതൊരു കുഴപ്പമില്ലാതെ അവിടെ എല്ലാ സൗകര്യവും കിട്ടുന്നു. നൃത്തമണ്ഡപം, അതിൻ്റെ ദേവിയുടെ തിരുമുഖത്തുനിന്ന് ഉള്ള ആ മുഖദർശനത്തിൻ്റെ അവിടെ തന്നെയുള്ള ആ നൃത്തമണ്ഡപത്തിൽ വെച്ചിട്ട് നമുക്ക് നമ്മളുടെ ഭഗവത് സേവ ചെയ്യാൻ പറ്റുന്നു. അത് ഭദ്രദീപം കൊളുത്തിയിട്ട് അവിടെ തന്നെ പ്രമുഖ സന്ത് തന്നെ, അവിടുത്തെ മുഖ്യൻ ആയിട്ടുള്ള പൂജാരി തന്നെ അത് ഉദ്ഘാടനം ചെയ്യുന്നു. പിന്നെ എല്ലാം സംഭവിച്ചതൊക്കെ വളരെ ഗംഭീരമാണ്. എന്താ അതിനെക്കുറിച്ച് വർണ്ണനാതീതമാണ്. നന്നായിട്ട് നമുക്ക് അതിൻ്റെ കുറച്ച് വീഡിയോ ഷൂട്ടിങ്ങൊക്കെ എടുത്ത് എല്ലാവർക്കും തരാൻ പറ്റി. ഒരു ചാനൽ അതിനെ നന്നായിട്ട് റെക്കോർഡ് ചെയ്തത് എയർ ചെയ്തു യൂട്യൂബിൽ. എല്ലാം കൊണ്ടും നമ്മൾ ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് വിചാരിച്ചു കഴിഞ്ഞാൽ അമ്മ കൂടെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ധാരണ തന്നെയായിരുന്നു. ഇത്രയും വയസ്സായ ആളുകളൊക്കെ വന്നിട്ടും ഒരാൾക്കും ഒരു ഛർദ്ദിക്കാൻ വരിക, തലകറക്കം വരിക, ഇതൊന്നുമില്ലാത്ത ഒരു വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ടൂറ്. അതുപോലെ തന്നെ അന്നപൂർണേശ്വരിയായ അമ്മ എവിടെ കൊണ്ട് നിർത്തിയോ അവിടെ സുഭിക്ഷമായി ഭക്ഷണം തന്നു. അതുകൊണ്ട് അതിനും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പോൾ വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും, ഈ ലളിതാ സഹസ്രനാമ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ബാക്കി നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദേവിയുടെ കുണ്ടലിനി രൂപത്തിലുള്ള, കുണ്ടലിനി ശക്തിയിലുള്ള ദേവിയുടെ പരാശക്തിയുടെ സപ്തയോഗിനിമാരെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. നമ്മൾ വിശുദ്ധി ചക്രനിലയ എന്ന 98-ാമത്തെ ശ്ലോകം, 99-ാമത്തെ ശ്ലോകം, അത് കഴിഞ്ഞ് 100, 101, അങ്ങനെ നമ്മൾ 4 ശ്ലോകങ്ങൾ എടുത്തിട്ട് 2 ശ്ലോകത്തിലാണ് ഒരു യോഗിനിയെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ തുടങ്ങിയത് എവിടുന്നായിരുന്നു? വിശുദ്ധി ചക്രത്തിൽ നിന്നായിരുന്നു. വിശുദ്ധി ചക്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ഠസ്ഥാനമാണ്. സാധാരണഗതിയിൽ മൂലാധാര ചക്രത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. മൂലാധാരത്തു നിന്ന് സഹസ്രാരം വരെയാണ് തുടങ്ങുന്നത്. പക്ഷേ ഇവിടെ വശിന്യാദി ദേവതകള് ചക്രത്തിലുള്ള ദേവിയുടെ പരാശക്തിയുടെ യോഗിനിമാരെ വിശേഷിപ്പിക്കുമ്പോൾ വിശുദ്ധി ചക്രത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. കാരണം ഷഡാധാര ചക്രങ്ങളിലെ ജീവൻ ബ്രഹ്മത്തിനടുത്ത് എത്തി നിൽക്കുകയാണ്. ഭ്രൂമധ്യത്തിൽ നിന്ന് സഹസ്രാരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ബ്രഹ്മമാണ്, ബ്രഹ്മരന്ധ്രമാണ്. അവിടെ ബ്രഹ്മത്തിനടുത്ത് എത്തി നിൽക്കുകയാണ്. എല്ലാ ആണവ മലങ്ങളും കാർമ്മിക മലങ്ങളും ഒക്കെ മാറി ശുദ്ധതയിൽ എത്തുന്നതാണ് നമ്മുടെ വാണി. ആ വാണിയിൽ എത്തുന്നതാണ്, കണ്ഠസ്ഥാനത്താണ് വിശുദ്ധി ചക്രം. അപ്പോൾ വിശുദ്ധി ചക്രത്തിൽ എത്തി നിൽക്കുന്ന ദേവി ഡാകിനി രൂപത്തിലായിരുന്നു. ആ ദേവിയെ നമ്മൾ കണ്ടു. അതിനുശേഷം ദേവി പായസാന്നപ്രിയയാണ്, ത്വക്സ്തയാണ്, ത്വക്ക് എന്ന ധാതുവിലാണ്.
അതുപോലെ തന്നെ അമൃതാദി മഹാശക്തി സംവൃതയാണ്. അമൃത തുടങ്ങിയ ഉപദേവതകളാൽ സംവൃത എന്ന് വെച്ചാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആ കർണികയിലാണ് എത്ര ദളങ്ങളുള്ളതായിരുന്നു? 16 ദളങ്ങളുള്ള ആ താമരയിലാണ് ഈ വിശുദ്ധി ചക്രത്തില് ദേവി ഇരിക്കുന്നത്, അതിൻ്റെ കർണികയിൽ. ആ 16 ദളങ്ങൾ സ്വരാക്ഷരങ്ങളാണ്. സംസ്കൃതത്തിൽ അക്ഷരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 50 അക്ഷരങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ സ്വരാക്ഷരങ്ങളാണ്, 16 സ്വരാക്ഷരങ്ങളാണ്. അപ്പോൾ അമൃത മുതൽ പിടിച്ച് 16 ഉപദേവതകൾ, ഓരോ അക്ഷര ദേവതകളാണ് ഈ ഡാകിനിയെ ചുറ്റിയിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ഡാകിനീശ്വരിയെ നമ്മൾ കണ്ടു. അമൃതാദി മഹാശക്തി സംവൃത ഡാകിനീശ്വരി എന്നാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഡാകിനി എന്നു പേരുള്ള ഈ ഈശ്വരിയാണ്, അത് വിശുദ്ധി ചക്രത്തിൽ കുടികൊള്ളുന്നു. അതിനുശേഷം നമ്മൾ അടുത്ത അനാഹതാബ്ജ നിലയ, അനാഹത ചക്രം താഴത്തേക്ക് പോരുകയാണ്. അപ്പോൾ കണ്ഠസ്ഥാനത്ത് നിന്നും അടുത്തത് ഹൃദയചക്രത്തിലേക്ക് പോവുകയാണ്. ഹൃദയ പത്മമാണ്. അവിടെ ഹൃദയപത്മത്തിൽ ദേവി ഇരിക്കുന്നത് എങ്ങനെയാണ്? രാഗിണ്യംബ സ്വരൂപിണിയായിട്ടാണ്. അത് നമ്മൾ കണ്ടതായിരുന്നു. രാഗിണിയായിട്ടിരിക്കുന്ന ദേവി 100, 101 നാമങ്ങളിൽ. അങ്ങനെ ഷഡാധാര ചക്രത്തിൽ അവിടെ ദേവിക്ക് 12 ദളങ്ങളിലെ പത്മമാണ്. അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ വർണ്ണാക്ഷരങ്ങൾ അല്ലെങ്കിൽ വ്യഞ്ജനങ്ങൾ തുടങ്ങുമ്പോൾ 16 സ്വരാക്ഷരങ്ങൾ കഴിഞ്ഞ് വ്യഞ്ജനാക്ഷരങ്ങൾ തുടങ്ങുമ്പോൾ 12 വ്യഞ്ജനാക്ഷരങ്ങളിലെ ഉപദേവതകളാണ് അവിടെ ഉള്ളത്. അക്ഷമാല ധരിച്ചിരിക്കുന്ന ദേവിയാണ്. രുധിര സംസ്ഥിതയാണ്, എന്ന് വെച്ചാൽ രക്തം. നമ്മുടെ രക്തം എന്ന ധാതു, ശരീരം നിർമ്മിച്ചിരിക്കുന്നത് സപ്തധാതുക്കളെ കൊണ്ടാണ്. ആ സപ്തധാതുക്കളിലെ രക്തം എന്ന ധാതുവിലാണ് ദേവി സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ദേവി എങ്ങനെയാണ്? രാഗിണ്യംബ സ്വരൂപിണിയാണ്. മഹാവീരേന്ദ്രവരത രാഗിണ്യംബ സ്വരൂപിണിയാണ്. അപ്പോൾ ആ ദേവിയെ നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ 102ാമത്തെ ശ്ലോകം കാണുകയാണ്. നമുക്ക് മണിപ്പൂര ചക്രത്തിലേക്ക് പോവാം. ഇന്ന് അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, അതുമുതൽ വായിക്കാം. അപ്പോൾ നമ്മൾ ഈ ഷഡ്ചക്രങ്ങൾ, ഷഡാധാര ചക്രം കഴിഞ്ഞാൽ സഹസ്രാരമാണ്. ഷഡ്ചക്രങ്ങളിൽ നമ്മൾ തുടങ്ങിയത് വിശുദ്ധി ചക്രത്തിൽ നിന്നാണ്. വിശുദ്ധി ചക്രത്തിൽ നമ്മൾ ഡാകിനീശ്വരിയായിട്ടുള്ള ദേവിയെ കണ്ടു. അപ്പോൾ ഇവിടെ ഒരു സംശയം എല്ലാവരുടെയും മനസ്സിലുണ്ടാവാം. ഒരു ഭക്ത ചോദിച്ചിരുന്നു, ഈ ഡാകിനി എന്ന് പറഞ്ഞാൽ നമ്മൾ ദേവി മഹാത്മ്യത്തിലൊക്കെ ഈ നമ്മുടെ രക്തബീജനെ വധിച്ചിട്ട്, അല്ലെങ്കിൽ അതുപോലുള്ള അസുരന്മാരെ വധിച്ച് അവരുടെ രക്തമൊന്നും താഴത്ത് വീഴാതിരിക്കാൻ വേണ്ടി അതെല്ലാം വാരി കഴിക്കുന്ന പൈശാചിക രൂപമുള്ള ഡാകിനിയെ വർണ്ണിക്കുന്നുണ്ട് നമ്മുടെ ദേവി മഹാത്മ്യത്തിൽ. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഈ ഡാകിനി, ഹാകിനി, കാകിനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന്. ഇതെല്ലാം ദേവിയുടെ തന്നെ രൂപങ്ങളാണ്. ദേവി തന്നെയാണ് ഈ ഓരോ ചക്രങ്ങളിലും. ഈ ഷഡാധാര ചക്രങ്ങളിലിരിക്കുന്ന ദേവി ശരിക്കും ആ ദേവിയുടെ അവതാരങ്ങൾ തന്നെയാണ്. ഓരോ അവതാരത്തിനും ഓരോ കൃത്യമായ സ്ഥാനമുണ്ട്, ആയുധമുണ്ട്. അതിനുശേഷം സഹസ്രാരത്തിലെത്തുമ്പോൾ വരുന്ന ആ യോഗിനി ദേവി, ഇതെല്ലാം യോഗിനിമാരാണ്. ഈ യോഗിനി, ഇത് അല്ലാതെ നമ്മുടെ പൈശാചികതയുള്ള രക്തം കുടിച്ച് പാനം ചെയ്ത് തിമർത്ത് നിൽക്കുന്ന ആ അവതാരങ്ങളിലെ പിശാച് രൂപമുള്ളതല്ല. ഇതെല്ലാം ദേവി തന്നെയാണ്, യോഗിനികളാണ്. അപ്പോൾ സഹസ്രാരത്തിലെത്തി നിൽക്കുന്ന യോഗിനി നമ്മൾ കാണുമ്പോൾ അത് ശരിക്കും എന്താണ് പറയുന്നത്, ആ ബ്രഹ്മാണ്ടം തന്നെ നിറഞ്ഞു നിൽക്കുന്ന ആ ദേവിയുടെ സ്വരൂപമാണ് സഹസ്രാരത്തിലുള്ള യോഗിനി. അപ്പോൾ നമ്മൾ 2 യോഗിനിമാരെ കണ്ടു. ഇന്ന് നമുക്ക് 102ാമത്തെ ശ്ലോകം ചൊല്ലിയിട്ട് മുന്നോട്ട് പോകാം. കണക്ട് ചെയ്യാം ഈ 2 ശ്ലോകങ്ങളും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അതിനെ പറ്റിയിട്ട്. ശ്രദ്ധിച്ച് കേൾക്കുക. മണിപൂരാബ്ജ നിലയ വദനത്രയ സംയുത വജ്രാധികായുധോ ഭേദ ഡാമര്യാധിപിരാവൃത. ഇതിൻ്റെ കൂടെ അടുത്ത ശ്ലോകം കൂടി ചൊല്ലണം, അപ്പോഴാണ് കൃത്യമായിട്ടും അതും അപൂർണമാവുള്ളൂ. രക്തവർണ മാംസനിഷ്ഠ ഗുഡാന്നപ്രീത മാനസ സമസ്ത ഭക്തസുഖദ ലാഗിന്യംബ സ്വരൂപിണി. ഇവിടെ ലാഗിനി എന്നുള്ള ആ ദേവതയെയാണ് വർണ്ണിക്കുന്നത്. ദേവിയുടെ തന്നെ രൂപമായിട്ടുള്ള ലാഗിണി എന്നുള്ള ദേവതയാണ്. അപ്പോൾ മണിപൂര ചക്രത്തിലാണ്. മണിപൂര ചക്രം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിനും താഴെ നാഭി സ്ഥാനത്താണ് മണിപൂര ചക്രം. അപ്പം നമ്മൾ ഓരോ സ്ഥാനത്തെയും തത്വങ്ങളും കണ്ടു. ആ തത്വത്തിൻ്റെ എല്ലാം നമ്മൾ വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ മണിപൂര ചക്രം എന്ന് പറഞ്ഞാൽ മൂലാധാരം, അത് കഴിഞ്ഞ് സ്വാധിഷ്ഠാനം, അത് കഴിഞ്ഞ് മണിപൂരകം. താഴത്തുനിന്ന് പോക്കുമ്പോൾ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം. മണിപൂരകം എന്ന് പറഞ്ഞാൽ നാഭി ചക്രമാണ്. നാഭി ചക്രത്തിൽ നമ്മുടെ ഉദരമാണ്. അവിടെ ഉദരത്തിലാണ് നമ്മുടെ പാചനം മുഴുവൻ നടക്കുന്നത്. ആ ജഠരാഗ്നി ഉള്ളത് എവിടെയാണ്? ഉദരത്തിലാണ്. അപ്പോൾ ഉദരത്തിലാണ് അഗ്നി തത്വമാണ് അവിടെ.
പഞ്ചഭൂതങ്ങളാലാണ് ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. പഞ്ചഭൂതങ്ങളിലാണ് ബ്രഹ്മമായിരിക്കുന്ന ദേവി ബ്രഹ്മാണ്ടം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അഗ്നി തത്വമാണ് എവിടെയുള്ളത്? മണിപൂര ചക്രത്തിൽ. അപ്പോൾ സ്വാധിഷ്ഠാനത്തിന് മുകളിലും അനാഹതത്തിന് താഴെയുമായിട്ടിരിക്കുന്നതാണ് 10 ദലങ്ങളുള്ള താമരയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ 10 വ്യഞ്ജന അക്ഷരങ്ങളാണ് ഈ 10 ദലങ്ങളുള്ള താമര എന്ന് പറയുന്ന ഓരോ അക്ഷര ദേവതകളാണ് ഉപദേവതകളായിട്ടുള്ളത്. ലാഗിനി എന്ന യോഗിനിക്ക്, ദേവിയുടെ ലാഗിനി എന്ന യോഗിനി രൂപമാണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ നാമം മണിപൂരാബ്ജ നിലയ 490. അപ്പോൾ മണിപൂരകം എന്നുള്ള ചക്രം, ആ ചക്രത്തിലെ അബ്ജം എന്ന് പറഞ്ഞാൽ താമര, ആ താമരയിൽ ഇരിക്കുന്നതാണ്, 10 ഇതിലുള്ള താമരയിലാണ് ഈ ദേവി എങ്ങനെ ലാക്കിനി രൂപത്തിലിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ടും കാണാം. വദനത്രയ സംയുത, വളരെ എളുപ്പമാണ്, അതുകൊണ്ട് പെട്ടെന്ന് പോകാൻ പറ്റും. 496ാമത്തെ നാമം വദനത്രയ സംയുത എന്ന് വെച്ചാൽ വദനം എന്ന് പറഞ്ഞാൽ മുഖം, ത്രയം എന്ന് പറഞ്ഞാൽ 3 മുഖങ്ങളാണ്. അപ്പോൾ ആദ്യം എന്തായിരുന്നു? ആദ്യത്തെ ഡാഗിനിക്ക് ഒരു മുഖമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അവിടുത്തെ തത്വം ഏതായിരുന്നു? നമ്മൾ അത് കണ്ടതായിരുന്നു. ആകാശം, ശബ്ദം, ആകാശം ആണ് ആദ്യം ഉണ്ടായത്. അതുകൊണ്ടുകൂടിയാണ് പിന്നെ വിശുദ്ധി ചക്രത്തിൽ നിന്നും തുടങ്ങിയത്. ആകാശം ആദ്യം ഉണ്ടാവുന്നു, ശബ്ദം ആകാശം, വായു സ്പർശം, അഗ്നി രൂപം, ജലം രസം, പൃഥ്വി ഗന്ധം. ഇങ്ങനെയാണ് പഞ്ചതത്വങ്ങളും പഞ്ചതന്മാത്രകളും പോകുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. പഞ്ചതത്വങ്ങൾ എന്താണെന്നും പഞ്ചതന്മാത്ര സായക എന്ന് പറഞ്ഞപ്പോഴും ഇതൊക്കെ നമ്മൾ അറിഞ്ഞതായിരുന്നു. അപ്പോൾ ആകാശമാണ് ആദ്യം, സ്പേസ് എന്ന് പറയുന്നതായിരുന്നു ആദ്യമുള്ളത്. സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന നീല നിറത്തിലുള്ള ആകാശമല്ല, ഈ ബ്രഹ്മാണ്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു വാക്വമായിരിക്കുന്ന ആ സ്പേസിനെയാണ് ആകാശം എന്ന് പറയുന്നത്. അപ്പോൾ ആകാശത്തിലാണ് ഓങ്കാര ശബ്ദം, ആ ശബ്ദമാണ് ഉണ്ടാവുന്നത് ആദ്യം. അപ്പോൾ ജീവന്റെ ഉറവിടം എന്ന് പറഞ്ഞാൽ ആ സ്പേസിനകത്ത് നിന്ന് ആദ്യം സയൻസ് തന്നെ എന്താ പറയുന്നത്, എല്ലാം ഒരു വലിയ സ്ഫോടനം, ബിഗ് ബാങ് ഉണ്ടായി എന്നാ പറയുക. അപ്പോൾ ബിഗ് ബാങ് എവിടെയായിരുന്നു? സ്പേസിലായിരുന്നു ഉണ്ടായത്. അപ്പോൾ സ്പേസാണ്, ഇതൊക്കെ കൃത്യമായി എഴുതി വെച്ച തിയറികളാണ്. അപ്പോൾ സ്പേസിനകത്ത് നിന്ന് ശബ്ദം ഉണ്ടാകുന്നു, ഓങ്കാര ശബ്ദത്തിൽ നിന്നാണ് എല്ലാം വീണ്ടും ഉണ്ടാവുന്നത്. ആകാശത്തിൽ നിന്നായിരുന്നു. അപ്പോൾ വിശുദ്ധി ചക്രത്തിലത്തെ നമ്മളുടെ കണ്ടസ്ഥാനത്ത് വിശുദ്ധി ചക്രത്തിലെ ആകാശമാണ് തത്വം. അത് കഴിഞ്ഞ് താഴത്ത് വരുമ്പോൾ നമ്മുടെ അനാഹത ചക്രത്തിൽ വരുന്നത് എന്താണ്? വായുവാണ് തത്വം. അത് കഴിഞ്ഞാൽ അഗ്നി തത്വമാണ്. അപ്പോൾ അഗ്നി തത്വമാണ് മണിപൂര ചക്രത്തിലുള്ളത്. അഗ്നി തത്വമാവുമ്പോൾ 3 മുഖങ്ങളായി മാറുന്നു. കാരണം ആകാശത്തിന് ശബ്ദം മാത്രമേ ഉള്ളൂ, വായുവിന് സ്പർശമുണ്ട്, ശബ്ദവുമുണ്ട്. കാറ്റടിക്കുമ്പോൾ നമുക്ക് സ്പർശിക്കാൻ പറ്റും കാറ്റിനെ, അല്ലേ? അതുപോലെ തന്നെ അതിന് ശബ്ദവുമുണ്ട് കാറ്റിന്. അപ്പോൾ വായു ആകുമ്പോഴേക്കും 2 അതിനകത്ത് തന്മാത്രകൾ വന്നു, ശബ്ദവും സ്പർശവും. ഇനിയോ അഗ്നിയാണ്, 3ാമത്തെ ചക്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടുത്തെ മൂലം അഗ്നിയാണ്. നമ്മുടെ എല്ലാ ജഡരാഗ്നി എന്ന് പറയാം, അല്ലെങ്കിൽ പാചന തത്വം ചെയ്യുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ പോഷിക്കുന്നു എന്ന് പറയാം. സൂര്യനാണെങ്കിലും അഗ്നിയാണെങ്കിലും ചന്ദ്രനാണെങ്കിലും ആ അഗ്നി തത്വത്തിന് ശബ്ദമുണ്ട്, സ്പർശമുണ്ട്, രൂപവുമുണ്ട്. അഗ്നി ജ്വലിക്കുമ്പോൾ നമുക്ക് രൂപം കാണാൻ പറ്റും അഗ്നിയുടെ. വായുവിന് രൂപമില്ല. അതുപോലെ തന്നെ ആകാശത്തിനും അല്ലെങ്കിൽ ശബ്ദത്തിനും രൂപമില്ല. അപ്പോൾ ഇവിടെ ഈ തത്വങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അഗ്നിക്ക് 3 മുഖങ്ങൾ അതുകൊണ്ടാണ്. കാരണം അഗ്നി രൂപമാണ്, അഗ്നിയുടെ തന്മാത്ര. രൂപത്തിൻ്റെ കൂടെ തന്നെ ആദ്യത്തെ ശബ്ദവും 2ാമത്തെ സ്പർശവും ഇവിടെ വരുന്നു. അങ്ങനെ 3 മുഖങ്ങളുള്ള വദനത്രയ സംയുതയാണ് ഇവിടെ ഇരിക്കുന്ന ഈ രാഗിണി എന്ന് പറയുന്ന യോഗിനി ദേവിക്ക്. 497ാമത്തെ നാമം വരുന്നത് വജ്രാധികായുധോ വേദ. വജ്രാധികായുധോ വേദ, ഇവിടെ വജ്രാദികളായിട്ടുള്ള ആയുധങ്ങൾ ഉള്ളവൾ എന്നാണ്. വജ്രം തുടങ്ങിയ ആയുധങ്ങളോട് കൂടിയവൾ, ഉപേതമായിരിക്കുന്നത്. എന്തൊക്കെയാണ് നോക്കാം. 4 കൈകളിൽ വജ്രമുണ്ട്, ശക്തി എന്ന വേലുണ്ട്, ഒരു ദണ്ഡമുണ്ട്, അഭയമുദ്രയുണ്ട്. ഇങ്ങനെ 4 കൈകളിലും 4 ആയുധങ്ങളായിട്ടിരിക്കുകയാണ് ദേവി. അപ്പോൾ ഇവിടെ വജ്രാധികായുധോ വേദ എന്നാണ് ഈ നാമത്തിൽ പറയുന്ന ദേവി വർണ്ണിക്കുകയാണ് ഈ ഓരോ. എന്നിട്ട് ലാസ്റ്റിലാണ് പേര് പറയുള്ളൂ, ഏത് രൂപത്തിലാണ് ഈ പരാശക്തി ഇരിക്കുന്നതെന്ന്. 498ാമത്തെ നാമമാണ് ഡാമര്യാധിപിരാവൃത. ഡാമര്യാധിപിരാവൃത, ഇവിടെ ഡാമരി ആദിയായ ശക്തികളാൽ ചുറ്റപ്പെട്ടത്. ആവൃത എന്ന് പറഞ്ഞാൽ
ചുറ്റപ്പെട്ടത്. അപ്പോൾ ഡാമര്യാദി എന്ന് പറഞ്ഞാൽ ഡാമരി തുടങ്ങിയ ശക്തികൾ. ഇപ്പോൾ ആദ്യം നമ്മൾ കണ്ടു 16 തലങ്ങളിലെ പത്മമായിരുന്നു. അപ്പോൾ 16 സ്വരാക്ഷരങ്ങളാണ് അവിടെ ചുറ്റപ്പെട്ടിരുന്നത്, ആ ഓരോ അക്ഷര ദേവതകള്. അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ കണ്ടു, രണ്ടാമത്തെ ചക്രത്തില് 12 ദളങ്ങളിലെ പത്മമാണ് രണ്ടാമത്തെ ചക്രം എന്ന് പറഞ്ഞാൽ. 12 അക്ഷര ദേവതകളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ മൂന്നാമത്തെ ചക്രത്തിൽ എന്താണ്, എത്ര ദളങ്ങളായിരുന്നു? 10 ദളങ്ങളാണ്. 10 ദളങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ രാഗിണി ദേവിയെ 10 വ്യഞ്ജനാക്ഷരങ്ങൾ, ആ വ്യഞ്ജനാക്ഷരങ്ങളിലെ അക്ഷര ദേവതകളാണ്. ഓരോന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ അക്ഷരങ്ങൾ കണ്ടത് ഏതൊക്കെയായിരുന്നു? എല്ലാ സ്വരങ്ങൾ എല്ലാം കഴിഞ്ഞു. വ്യഞ്ജനങ്ങളില് ക, ഖ, ഗ, ഘ, ങ, ച, ഛ, ജ, ഝ, ഞ. അത് കഴിഞ്ഞ് ട, ഠ. ഇങ്ങനെയാണ് നമ്മൾ 12 എണ്ണം കണ്ടത്. അപ്പൊ ഠ കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് ഡ, ഢ, ണ. അങ്ങനെ 3 വ്യഞ്ജനങ്ങള്. അത് കഴിഞ്ഞ് ത, ഥ, ദ, ധ, ന. 5 വ്യഞ്ജനങ്ങള്. അപ്പോൾ 5, 3, 8. അത് കഴിഞ്ഞാൽ പായും ഭായും. അങ്ങനെ 10 ദളങ്ങളിലെ 10 അക്ഷര ദേവതകളാണ്. അതിൽ ആദ്യത്തെ ഡായ്ക്ക് ഡാമരി എന്ന് പറയുന്ന അക്ഷരദേവത അല്ലെങ്കിൽ ഉപദേവത, ഢായ്ക്ക് ഢങ്കാരിണി, അത് കഴിഞ്ഞ് ണായ്ക്ക് നാർണ എന്നുള്ള ദേവത, തായ് എന്നുള്ളത് താമസി എന്നുള്ള ദേവത, ധായ്ക്ക് ധാനവി എന്നുള്ള ദേവത, ദായ്ക്ക് ദാക്ഷായണി എന്നുള്ള ദേവത, ധായ്ക്ക് ധാത്രി എന്നുള്ള ദേവത, നായ്ക്ക് നാരി എന്നുള്ള ദേവത, പായ്ക്ക് പാർവതി എന്നുള്ള ദേവത, ഭായ്ക്ക് ഫട്കാരിണി എന്നുള്ള ദേവത. ഇങ്ങനെ 10 അക്ഷരങ്ങളിലെ 10 അക്ഷര ഉപദേവതകളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ് ഈ ചക്രത്തില്. അതിന്റെ മധ്യത്തില് ആ പത്മത്തിന്റെ കർണികയിലാണ് ആരിയിരിക്കുന്നത്? ഈ രാഗിണി എന്ന് പറയുന്ന പരാശക്തി ഇരിക്കുന്നത്. അപ്പോ 498ാമത്തെ നാമം ഡാമര്യാദിവിരാവൃത. ഡാമരി ആദിയായ 10 ഉപദേവതകളാൽ ഓരോ ദളങ്ങളിലും ചുറ്റപ്പെട്ടിരിക്കുന്നവൾ. ഇനിയോ 103ാമത്തെ നാമത്തിലേക്ക്, ശ്ലോകത്തിലേക്ക് പോവാം. 2 ശ്ലോകം ഒരുമിച്ച് വായിക്കണം. രക്തവർണ മാംസനിഷ്ഠ ഗുഡാന്നപ്രീതമാനസ സമസ്ത ഭക്തസുഗതാലാകിന്യംബാ സ്വരൂപിണി. അപ്പോ ആരാണിത്? രക്തവർണ. 499ാമത്തെ നാമം ദേവിയുടെ. നേരത്തെ ആരക്തവർണ എന്നാ പറഞ്ഞത് ഡാഗിനിയെ വിവരിച്ചപ്പോൾ. ആരക്തം എന്ന് പറഞ്ഞാൽ പാടലവർണം, വെളുപ്പും ചുവപ്പും കലർന്ന വർണ്ണം. ഇവിടെ കൃത്യമായിട്ടും രക്തവർണം, ചുവന്ന നിറമാണ് ഈ രാഗിണിയുടെ, ലാഗിന്യാംബാസ്വരൂപിണി, ലാഗിനി ദേവിയുടെ. അപ്പോ രക്തവർണ, ചുവന്ന വർണ്ണത്തോടു കൂടിയ. 500ാമത്തെ നാമം മാംസനിഷ്ഠ. ഇവിടെ ഏതാണ്? മാംസധാതുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോ മാംസധാതു എന്ന് പറഞ്ഞാൽ സപ്തധാതുക്കളില്, ശരീരത്തിലെ മാംസം, സപ്തധാതുക്കള് അവസാനം പറയുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഏതൊക്കെ കണ്ടു? ത്വക്സ്ഥ എന്നാ പറഞ്ഞത്. ത്വക്സ്ഥ പശുലോക ഭയങ്കരി എന്നാണ് ആദ്യത്തെ പറഞ്ഞത്. ത്വക്കിലാണ് ആദ്യത്തെ ഇരുന്നിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ മാംസത്തിലാണ് ഇരിക്കുന്നത്. മാംസം എന്ന ധാതു. 7 ധാതുക്കളെ കൊണ്ടാണ് ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. അല്ല, മാംസധാതുവിലാണ് ഈ നമ്മുടെ ഈ ദേവി, ഉപദേവതയായിട്ടുള്ള ഈ ദേവി സ്ഥിതി ചെയ്യുന്നത്. ഇനി ദേവിക്ക് ശരിക്കും നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇത്? എന്താണ്? അഗ്നിയാണ് ഇവിടെ. അഗ്നിയുടെ രൂപമാണ് അവിടെ, അഗ്നിയുടെ. അപ്പോൾ രൂപം മാംസധാതുവിലാണ്. അപ്പോൾ മാംസധാതു ആണ് ഇവിടെ ദേവിയുടെ ആസ്ഥാനം. ദേവി സ്ഥിതി ചെയ്യുന്നത് മാംസധാതുവിലാണ്. 501ാമത്തെ നാമം നോക്കാം. ഗുഡാന്നപ്രീതമാനസ. ഗുഡാന്നപ്രീതമാനസ. ഗുഡാന്നം എന്ന് പറഞ്ഞാൽ, ഗുഡം എന്ന് പറഞ്ഞാൽ ശർക്കര. ഗുളം എന്ന് പറയും, അല്ലെങ്കിൽ ഗുഡം എന്ന് പറയും. സംസ്കൃതത്തില് ശർക്കര എന്നും പറയും. ശർക്കര എന്നൊക്കെ പറയും, കോമൺ പേരാണത് ശർക്കര എന്നുള്ളത്. അപ്പോൾ ഗുഡാന്നം, അന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ്, വേവിച്ച ചോറ്. അപ്പോൾ ഗുഡം, ശർക്കര ചേർത്ത് വേവിച്ചിട്ടുള്ള ചോറ്, കടും ശർക്കര പായസം ഒക്കെ വളരെ ഇഷ്ടമാണ് ദേവിക്ക്. അതുകൊണ്ട് ഈ ദേവി എങ്ങനെയാണ്? ഗുഡാന്ന പ്രീത മാനസയാണ്. ഗുഡാന്നം നിവേദിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, നല്ല കടുംപായസവും നെയ്യൊക്കെ ഇട്ടിട്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദേവിക്ക് വളരെ പ്രീതിയാണ്. ഗുഡാന്ന പ്രീത മാനസയാണ് ഈ ദേവി, ലാഗിനി ദേവി. ഇനിയോ സമസ്ത ഭക്ത സുഗത. എങ്ങനെയാണ്? സമസ്ത ഭക്ത സുഗത, സകല ഭക്തന്മാർക്കും സുഖത്തെ പ്രദാനം ചെയ്യുന്നതാണ്. ശരിയായ രീതിയിൽ മനസ്സിൽ ധ്യാനിച്ച് വിളിച്ചു കഴിഞ്ഞാൽ ഈ മണിപ്പൂര ചക്രത്തിലിരിക്കുന്ന ആ ദേവി, മണിപ്പൂര ചക്രം എന്ന് പറഞ്ഞാൽ മണികൾ തന്നെയാണെന്നാണ് പറയുന്നത് അവിടെ. നമ്മൾ സങ്കല്പ പൂജ ചെയ്യുമ്പോൾ ധാരാളം മണികളുള്ള പീഠത്തിൽ ദേവി ഇരുത്തിയിട്ടാണ് മണിപ്പൂര ചക്രത്തിൽ എത്തിച്ച് ആരാധിക്കുക എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അവിടെ തന്നെ എത്തിക്കഴിഞ്ഞാലും
വളരെ ഗംഭീരമാണ് കുണ്ടലിനിയെ നമുക്ക് അങ്ങനെ ജാഗ്രതാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ. അപ്പൊ സമസ്ത ഭക്ത സുഖതയാണ്. ജാതി ലിംഗ വ്യത്യാസമന്യേ ദേവി സകലരെയും, ഒരു ഭേദവുമില്ല ദേവിക്ക്. ദേവി അങ്ങനെ എല്ലാവരെയും സുഖം കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മോക്ഷദായിനിയായിട്ട് ഇഹലോകത്തിലും പരലോകത്തിലും എല്ലാ സുഖങ്ങളും കൊടുക്കാൻ വേണ്ടിയിരിക്കുന്ന ദേവിയാണ്. എങ്ങനത്തെ ദേവി? 503-ാമത്തെ നാമം ലാകിന്യംബാ സ്വരൂപിണി. എന്താണ്? ലാകിനി എന്ന പേരിൽ അറിയപ്പെടുന്ന ദേവിയാണ് ഇവിടെ. ലാകിനി എന്ന യോഗിനിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ മണിപൂര ചക്രത്തിലെ 10 ദലങ്ങളുള്ള താമരയിൽ. അപ്പൊ നമ്മൾ എന്തെല്ലാം കണ്ടു? 10 ദലങ്ങളുണ്ടെന്ന് കണ്ടു, എത്ര മുഖമുണ്ടെന്ന് കണ്ടു, എന്തുകൊണ്ടാണ് 3 മുഖം എന്ന് കണ്ടു, ധാതു ഏതാണെന്ന് കണ്ടു, നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് പഞ്ചതന്മാത്രകളിൽ അത് കണ്ടു നമ്മൾ. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്താണ് ആയുധം എന്ന് കണ്ടു, വർണ്ണം എന്താണെന്ന് കണ്ടു. എല്ലാം കഴിഞ്ഞതിന് ശേഷം പറയാണ് ഏത് അന്നമാണ് ദേവിക്ക് ഏറ്റവും പ്രിയമായിട്ടുള്ളതെന്ന് കണ്ടു, എന്താണ് ദേവിയുടെ ഇഷ്ടം എന്ന് കണ്ടു. അതിനുശേഷം പറയാണ് 503-ാമത്തെ നാമം ലാകിന്യംബാ സ്വരൂപിണി. ലാകിനി എന്ന അമ്പയുടെ രൂപം ധരിച്ച പരാശക്തി. ആ പരാശക്തിക്ക് നമസ്കാരം. അപ്പോൾ ഇതെല്ലാം പരാശക്തി തന്നെ ഓരോ രൂപത്തിൽ ഷഡ്ചക്രങ്ങളിൽ ഇരിക്കുകയാണ്. ഇവിടെ ഈ എല്ലാ ദേവികൾക്കും ഒരു വന്ദന ധ്യാന ശ്ലോകമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 ദേവികളുടെയും പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം അതിനകത്ത് വരും. പെട്ടെന്ന് അത് വായിക്കാം. ദിക്പത്രേ നാഭിപത്മേ ത്രിവദന വിലസത് ദംഷ്ട്രിണീം രക്തവർണാം ശക്തിം ദംബോളി ദണ്ഡാം അഭയവി ഭുജേർ ധാരയന്തിം മഹോഗ്രം ഡാമര്യാദ്യൈ പരീതാം പശുജന ഭയതാം മാംസധാത്വേകനിഷ്ഠാം ഗൗഡാന്നാസക്ത ചിത്താം സകല സുഖകരിം ലാഗിനിം ഭാവയാമ. ഇവിടെ ഭാവയാമി എന്ന് പറഞ്ഞാൽ ഞാൻ ധ്യാനിക്കുന്നു, വിഭാവനം ചെയ്യുന്നു എന്നാവാം. ഭാവയാമഹ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ധ്യാനിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ രണ്ടായിട്ടും പറയാം, ഭാവയാമ എന്നും ഭാവയാമഹ എന്നും പറയാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ദിക് പത്രേ നാഭിപത്മേ. നാഭിപത്മം എന്ന് പറഞ്ഞാൽ മണിപ്പൂര പത്മം, ഹൃത്പത്മം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ടു, അതിനെക്കുറിച്ച് ഇനി വീണ്ടും വിശദീകരിക്കുന്ന. ത്രിവദന വിലസദ് 3 വദനങ്ങളാണ്. ദംഷ്ട്രിണിയും നല്ല ദംഷ്ട്രകളൊക്കെയുള്ള രൂപത്തിലാണ്. രക്തവർണാം നല്ല ചുവന്ന രൂപമാണ്. ദംബോളിം ദണ്ഡാം അഭയ ഭുജേർ ധാരയന്തിം മഹോഗ്രാം 4 ആയുധങ്ങൾ എന്തെല്ലാം നമ്മൾ കണ്ടു. ഡാമര്യാദൈ പരിതാം പശുജന ഭയതാം. ഡാമര്യാദികളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്, തൻ്റെ ഭക്തജനങ്ങൾക്ക് അഭയം കൊടുക്കുന്നവളാണ്. മാംസാദിത്വേകനിഷ്ഠാം, മാംസധാതുവിൽ ഇരിക്കുന്നവളാണ്. ഗൗഡാന്ന ആസക്ത ചിത്താം, ഗൂഢം ശർക്കരയുള്ള അന്നം ഇഷ്ടപ്പെട്ടവളാണ്. സകല സുഖകരിയും, എല്ലാ തരത്തിലുള്ള സുഖങ്ങളും പ്രദാനം ചെയ്യുന്നവളാണ്. ആ ലാഗിനിയെ ഞാൻ ഇതാ ധ്യാനിക്കുന്നു. ഭാവയാമി അല്ലെങ്കിൽ ഭാവയാമഹ. ഇതാണ് ഈ ദേവിയുടെ വന്ദന ശ്ലോകം. ഈ ശ്ലോകങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പറയൂ. ഞാൻ എല്ലാ ദേവി 7 എടുത്തു കഴിഞ്ഞാൽ ശ്ലോകങ്ങൾ ഇടാം. 104-ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം നമുക്ക്. അടുത്തത് ഏതാണ്? ഇനി സ്വാധിഷ്ഠാനമാണ്. അപ്പോൾ നമ്മൾ ഓരോ ചക്രമായിട്ട് താഴത്തേക്ക് വരികയാണ്. അപ്പോൾ ഇനി അടുത്ത ചക്രം സ്വാധിഷ്ഠാനമാണ്. താഴത്തേക്ക് പോകുമ്പോൾ സ്വാധിഷ്ഠാനാംബുജഗദ ചതുർവക്ത്ര മനോഹര ശൂലാദ്യായുധ സമ്പന്ന പീതവർണാധിഗർവിത. വീണ്ടും വിവരിക്കുകയാണ്. കാകിനിയാണ് അടുത്ത യോഗിനി. അപ്പോൾ കാകിനി രൂപത്തിലാണ്. അപ്പോൾ സ്വാധിഷ്ഠാന അംബുജഗത, ഏത് അംബുജത്തിലാണ്? സ്വാധിഷ്ഠാന ചക്രം എന്ന അംബുജത്തിൽ ഇരിക്കുന്ന ദേവിയാണ്. സ്വാധിഷ്ഠാന പത്മം എന്ന് പറഞ്ഞാൽ മൂലാധാരത്തിന് മുകളിലാണ്, അതുപോലെ തന്നെ മണിപൂരത്തിന് താഴെയാണ്. അപ്പം നാഭിക്കും നമ്മുടെ ഗുദ അല്ലെങ്കിൽ നട്ടലിൻ്റെ അവസാനത്തെ ആ മൂലാധാര ചക്രത്തിനും ഇടയിലാണ് വരുന്നത്. എന്ത്? ഈ നാഭിസ്ഥാനത്തിനും രണ്ടിനും ഇടയ്ക്ക് വരുന്നതാണ് നമ്മുടെ ബ്ലാഡർ എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മുടെ പ്രത്യുൽപാദന അവയവങ്ങൾ വരുന്ന ആ സ്ഥലത്ത്. അവിടെയാണ് 6 ദലങ്ങളുള്ള പത്മത്തിൽ സ്വാധിഷ്ഠാനാംബുജഗത. എത്ര ദലങ്ങളാണ് അവിടെ? 6 ദലങ്ങളുള്ള പത്മത്തിൽ ദേവി ഇരിക്കുന്നത്. അപ്പോൾ ഓരോരോ നാമങ്ങളായിട്ട് നമുക്ക് കാണാം. സ്വാധിഷ്ഠാനാംബുജഗത എങ്ങനെയാണ്? കാകിനി രൂപത്തിലെ ദേവി 6 ദലങ്ങളുള്ള പത്മം. അപ്പോൾ ഓരോ ദലങ്ങളും ഇപ്പം നമ്മൾ കണ്ടു, നേരത്തെ നമ്മൾ കണ്ടു 16 സ്വരാക്ഷരങ്ങൾ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ 12 വ്യഞ്ജനാക്ഷരങ്ങൾ കണ്ടു. അത് കഴിഞ്ഞ് 10 വ്യഞ്ജനാക്ഷരങ്ങൾ കണ്ടു. ഇനി ബാക്കി വരുന്ന 6 വ്യഞ്ജനാക്ഷരങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ കാകിനി രൂപത്തിൽ ദേവി ഇരിക്കുന്നത്
6 തലങ്ങളുള്ള താമരയിലാണ്. അപ്പോൾ 6 അക്ഷര ദേവതകൾ അവിടെയുണ്ട്. അത് വിശദീകരണം വരുമ്പോൾ നമുക്ക് ആ നാമം വരുമ്പോൾ കാണാം. അങ്ങനെ അവിടെ ദേവി വിളങ്ങി ശോഭിക്കുകയാണ്. എങ്ങനെയായിട്ട്? കാകിനി രൂപത്തിലുള്ള യോഗിനിയായിട്ട്. അപ്പോൾ സ്വാധിഷ്ഠാനാംബുജഗത. ഇനി 505 ചതുർവക്ത്ര മനോഹര. എത്ര മുഖങ്ങളുണ്ട് ഇവിടെ? 4 മുഖങ്ങൾ. അപ്പോൾ ആദ്യം 1 അത് കഴിഞ്ഞ് 2 അത് കഴിഞ്ഞ് 3 ഇവിടെ 4 മുഖങ്ങളാണ്. കാരണം എന്താണ്? ഇവിടെ ഏതാണ് തത്വം? പഞ്ചതത്വങ്ങളിൽ ഏതാണ് അടിസ്ഥാന തത്വം? ഇവിടെ ധാരാളം വെള്ളമുള്ള സ്ഥലമാണത്. ശരീരത്തിലെ ഏറ്റവും കൂടുതൽ വെള്ളം നിൽക്കുന്നത് നാഭിക്ക് താഴെ, നമ്മുടെ ബ്ലാഡർ, അതുപോലെ തന്നെ പിന്നെ പ്രത്യുൽപാദന അവയവങ്ങളൊക്കെ ഉള്ള ആ സ്ഥലത്താണ് വെള്ളം നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ജലതത്വമാണ്. എല്ലാം സയൻറ്റിഫിക് ആണ്. ഇതൊക്കെ പഠിച്ചു വന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജലതത്വമാണ് ഇവിടെ അധിഷ്ഠാന തത്വം. ഏതിൻ്റെ? ഈ സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ അധിഷ്ഠാന തത്വം ജലമാണ്. അപ്പോൾ ആകാശം കണ്ടു നമ്മൾ, അതുപോലെ തന്നെ വായു കണ്ടു നമ്മൾ, അഗ്നി കണ്ടു നമ്മൾ. ഇപ്പോൾ ജലതത്വം വരികയാണ്. അപ്പോൾ ജലതത്വം എന്ന് പറഞ്ഞാൽ രസം വന്നു. അവിടുത്തെ തന്മാത്ര എന്താണ്? രസം, ടേസ്റ്റ്. ജലത്തിന് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ജലത്തിന് ടേസ്റ്റ് ഉണ്ട്, ജലത്തിന് ശബ്ദമുണ്ട്, ജലത്തിന് സ്പർശമുണ്ട്, സ്പർശിക്കാൻ പറ്റും ജലത്തെ. ജലത്തിന് രൂപമുണ്ട്, ജലത്തിന് രസവുമുണ്ട്. എത്ര ശാസ്ത്രീയമായിട്ടാണ് പോകുന്നത് നോക്കൂ. അപ്പോൾ ഇവിടെ ജലതത്വമാണ്. ജലതത്വത്തിൽ രസമാണ്. ഇവിടെ രസത്തിന് അതിൻ്റെ തന്മാത്ര രസമാണ്. അതിൻ്റെ കൂടെ തന്നെ ശബ്ദവും സ്പർശവും രൂപവുമുണ്ട്. അപ്പോൾ രസം കൂടിച്ചേരുമ്പോൾ ജലം, രസം, രസം പ്ലസ് ശബ്ദം പ്ലസ് സ്പർശം പ്ലസ് രൂപം, 4 തന്മാത്രകളുണ്ട് ജലത്തിന്. അതുകൊണ്ട് ജലതത്വം 4 മുഖങ്ങളുള്ള ദേവിയായി മാറിയിരിക്കുന്നു അവിടെ. അതുകൊണ്ട് ദേവി ചതുർവക്ത്ര മനോഹര എന്നാണ് പറയുന്നത്. അപ്പോൾ 6 ഇതളുകളുള്ള താമരയിൽ 4 മുഖങ്ങളായിട്ടാണ് ദേവി ഇരിക്കുന്നത്. ആ ദേവിക്ക്, കാകിനി ദേവിയെ വീണ്ടും നമ്മൾക്ക് കാണാം. അടുത്തത് എന്താണ്? 506 നാമം ശൂലാധ്യായുധ സമ്പന്ന. ശൂലാധ്യായുധ എന്താണ് ദേവിയുടെ? ശൂലം തുടങ്ങിയിട്ടുള്ള ആയുധങ്ങളാൽ സമ്പന്നമായവൾ, ധരിക്കപ്പെട്ടവൾ, അല്ലെങ്കിൽ കയ്യിൽ പിടിച്ചിരിക്കുന്നവൾ എന്നാണ്. 3 മുനയുള്ള ത്രിശൂലം, അത് കഴിഞ്ഞാൽ ഒരു പാശം, അത് കഴിഞ്ഞാൽ കപാലം, അത് കഴിഞ്ഞാൽ അഭയം. ഈ 4ആണ്. അപ്പോൾ 3 മുനയുള്ള ശൂലം, പാശം, കപാലം, അഭയം, ഇതെല്ലാം ധരിച്ചിരിക്കുന്ന ദേവിയാണ്. ഇതൊക്കെ ഓരോ നാമങ്ങളും വായിക്കുമ്പോൾ ഇപ്പം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ഈ ചക്രത്തിൽ തുടങ്ങുമ്പോൾ നമുക്ക് ആ ചക്രം മാത്രമേ മനസ്സിലായിരുന്നുള്ളൂ. ആ ദേവിയെ വർണ്ണിക്കുകയാണ്, സപ്ത യോഗിനിമാരെ വർണ്ണിക്കുകയാണ് എന്നുള്ള അത് നമുക്ക് അറിയാൻ പറ്റും അത് ഇനി വായിക്കുന്ന സമയത്ത്. അപ്പോൾ 507 നാമത്തിൽ എന്താ പറഞ്ഞത്? പീതവർണ്ണ. പീതവർണ്ണ. ദേവിയുടെ കളർ എന്താണ്? വർണ്ണം എന്താണ്? മഞ്ഞ നിറമാണ്. പീതവർണ്ണ. 508 നാമം എന്താണ്? അതിഗർവിത. പീതവർണ്ണ, അതിഗർവിത എന്ന് പറഞ്ഞാൽ 2 നാമങ്ങളായിട്ടാണ്. പീതവർണ്ണ, അതിഗർവിത. അതിഗർവിതയാണ് ദേവി. അതിഗർവിത എന്ന് പറഞ്ഞാൽ ഗർവ് എപ്പോഴാണ് ഉണ്ടാവുക? സൗന്ദര്യം, കുലീനത, സമ്പത്ത്, അധികാരം, ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് എല്ലാവർക്കും ഒരു ഗർവ് വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൗഢത വരുന്നു പറയാം. അപ്പം അതിൻ്റെ ഒരു ഉദ്ധത ഉണ്ടായിരിക്കും. ആ ഉദ്ധതയുള്ള ഗർവമാണ് ഇവിടെ ദേവിക്കുള്ളത്. ആ രൂപമുള്ള ദേവിയാണ് ഇവിടെ, ദേവിയുടെ അവതാരമാണ് ഇവിടെ ഉള്ളത്. അതിഗർവിത 508 നാമം. അപ്പോൾ ആ ശ്ലോകത്തിൽ ഏതൊക്കെയാണുള്ളത്? സ്വാധിഷ്ഠാനാംബുജ അല്ല ഏതായിരുന്നു? സ്വാധിഷ്ഠാനാംബുജഗത ചതുർവക്ത്ര മനോഹര ശൂലാധ്യായുധ സമ്പന്ന പീതവർണ്ണ അതിഗർവിത എന്ന് കഴിഞ്ഞ് 105 ശ്ലോകത്തിലേക്ക് പോകണം. അപ്പോഴാണ് മുഴുവൻ കിട്ടുള്ളൂ. മേധോനിഷ്ഠ മധുപ്രീത ബന്ധിന്യാതി സമന്വിത ദദ്യന്നാസക്ത ഹൃദയ കാകിനി രൂപധാരിണി. അപ്പോൾ ഇവിടുത്തെ ദേവി ആരാണ്? കാകിനി രൂപധാരിണിയാണ്. കാകിനി രൂപത്തിലിരിക്കുന്ന യോഗിനിയാണ് ഈ ചക്രത്തിലുള്ളത്. അപ്പോൾ സ്വാധിഷ്ഠാന ചക്രത്തിലുള്ളത്. ഇങ്ങനെയാണ് 509 നാമം മേധോനിഷ്ഠ. മേധസ് എന്ന ധാതു. മേധസ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പാണ്. അപ്പോൾ ശരീരം നിർമ്മിച്ചിരിക്കുന്ന സപ്തധാതുക്കളിൽ മേധസ് എന്നുള്ള ധാതുവിലിരിക്കുന്നു, കൊഴുപ്പിലിരിക്കുന്നതാണ് ഈ ദേവി. അതുപോലെ തന്നെ ജലം, രസം. ജലമാണ് അവിടെ തത്വം, അടിസ്ഥാന തത്വം. പഞ്ചതത്വങ്ങളിൽ രസമാണ് അവിടെ തന്മാത്ര, മേധസ്സാണ് അവിടുത്തെ ധാതു. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ മേധസ്സിലിരിക്കുകയാണ്. ഇനിയോ ദേവിക്ക് എന്താണ് ഇഷ്ടം? മധുപ്രീത. ദേവിക്ക് എന്താണ് ഇഷ്ടം? മധുപാനം, മധുപ്രീത. മധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തേൻ. ശരിക്കും സാത്വികമായിട്ടുള്ള പൂജകളിൽ തേനും, താമസമായിട്ടുള്ള പൂജകളിൽ മധു എന്ന് പറഞ്ഞാൽ മദ്യവുമാണ്.
ഇത് ഒന്ന് ശരിയാണ് ഒന്ന് തെറ്റാണ് ഒന്നും പറയാൻ പറ്റില്ല. കാരണം വളരെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അതൊക്കെ. വളരെ താമസമായിട്ട് ജീവിക്കാനുള്ള കർമ്മങ്ങളിലവരും വളരെയധികം ദേവി ഭക്തരായിട്ടുണ്ട്. അവരൊക്കെ അടുത്ത ജന്മത്തിൽ ഒരുപക്ഷെ അവർക്ക് ജന്മമേ ഇല്ലാണ്ടായി പോയി എന്ന് വരും. അങ്ങനത്തെ ദേവി ഭക്തന്മാരുണ്ട്. അപ്പോൾ അവർ നേദിക്കുന്നത് ഇതുപോലെ മാംസവും അതുപോലെ മദ്യവും ഒക്കെ ആയിരിക്കും. പക്ഷെ അതെല്ലാം നമ്മളുടെ വ്യക്തിഗതമായിട്ട് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. നമ്മൾക്ക് സാത്വികതയിലേക്ക് എങ്ങനെ പോകണം താമസികതയിൽ നിന്നും എന്ന് ഓരോ മനുഷ്യനും മനസ്സിലാക്കേണ്ടതാണ്. അതിൻ്റെ അർത്ഥം സാത്വികമായാൽ മാത്രമേയാണ് ഭക്തി പാടുള്ളൂ, അല്ലെങ്കിൽ ഭക്തി പാടില്ല എന്ന് ഒരിക്കലും സനാതനധർമ്മം പറഞ്ഞിട്ടില്ല. കർമ്മത്തിനനുസരിച്ച് എല്ലാവർക്കും ഭക്തി വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മധുപ്രീതയാണ് ദേവി. ത്രിമധുരം, പാനകം ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഇഷ്ടമാണ് സ്വാത്വികമായിട്ടുള്ള പൂജയ്ക്ക്. അത് ഓർത്താൽ മതി ഇപ്പം നമുക്ക്. അപ്പോൾ മധുപ്രീതയാണ് ദേവി. ഇനിയോ 511 നാമത്തിൽ ബന്ധിന്യാദി സേവിത. ബന്ധിന്യാദി മധുപ്രീത എങ്ങനെയാണ്? ഓക്കെ, മേധോനിഷ്ഠ മധുപ്രീത ബന്ധിന്യാദി സമന്വിത. സേവിതയല്ല, ബന്ധിന്യാദി സമന്വിത. അപ്പോൾ ബന്ധിനി തുടങ്ങിയ ഉപദേവികളാൽ അങ്ങനെ ചുറ്റപ്പെട്ടിരിക്കുന്നവളാണ് ദേവി. അപ്പോൾ ഇവിടെ നോക്കൂ, ബന്ധിനി തുടങ്ങിയത് എത്ര ദളമാണ് ഇവിടുത്തെ താമരയ്ക്ക്? 6 ദളം. അപ്പോൾ ആദ്യം 16 ദളം കണ്ടു സ്വരാക്ഷരങ്ങൾ, പിന്നെ 12 വ്യഞ്ജനങ്ങൾ കണ്ടു, പിന്നെ 10 വ്യഞ്ജനാക്ഷരങ്ങൾ കണ്ടു. ഇനി 6 ദളമുള്ള താമരയാണ്. അപ്പോൾ 44 അക്ഷരങ്ങൾ കഴിയും ഇതാവുമ്പോഴേക്കും. ഏതൊക്കെയാണ് അക്ഷരം നോക്കാം. അപ്പം നമ്മൾ നേരത്തെ നിർത്തിയത് അതിന് ശേഷമുള്ളതാണ്. ബ, ഭ, മ, യ, ര, ല. ഇങ്ങനെ 6 അക്ഷരങ്ങൾ, അക്ഷരദേവതകളാണ്. ബ, ഭ, മ. ആദ്യത്തെ 2 പ, പ എന്നുള്ളത് കഴിഞ്ഞിരുന്നു. ബ, ഭ, മ എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ യ, ര, ല. ഇങ്ങനെ 5ഉം 1ഉം 6 ദളങ്ങളിലെ താമരയിൽ 6 അക്ഷരങ്ങളാണ്. ബ എന്നുള്ളതിന് ബന്ദിനി എന്നുള്ള ദേവതയാണ്. ഭ എന്നുള്ളത് ഭദ്രകാളി രൂപത്തിലുള്ള ദേവതയാണ്. മ എന്നുള്ളത് മഹാമായ രൂപത്തിലുള്ള ഉപദേവതയാണ്. യ എന്നുള്ള യശസ്വിനി എന്നുള്ള രൂപത്തിലുള്ള ഉപദേവതയാണ്. ര എന്നുള്ളത് രക്താദേവി എന്നുള്ള രൂപത്തിലുള്ള ഉപദേവതയാണ്. ല എന്നുള്ള ലംബോഷ്ടി എന്നുള്ള രൂപത്തിലുള്ള ഉപദേവതയാണ്. ഇങ്ങനെ 6 ഉപദേവതകളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ് ഓരോ ദളത്തിലും. അതിൻ്റെ കർണികയിൽ ദേവി ഇരിക്കുന്നു. ആ ദേവി എന്താണ് ദേവിക്ക് പ്രിയം? ദദ്യന്നാസക്ത ഹൃദയ. ഇവിടെ ദദ്യന്നമാണ് ദേവിക്ക് ആസക്തിയുള്ളത്, കഴിക്കാൻ വളരെ ഇഷ്ടമാണ്. എന്താണത്? ദദ്യന്നം. ദധി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദഹി എന്നുള്ള ഹിന്ദി വാക്ക് അതിൽ നിന്നാണ് വന്നത്. തൈര് എന്നാണ് അർത്ഥം. അപ്പോൾ തൈര് കലർത്തിയിട്ടുള്ള അന്നം, ചോറ്, തൈര് കലർത്തിയിട്ടുള്ള അന്നം വളരെയധികം ഇഷ്ടമുള്ളവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ ദദ്യന്നാസക്ത ഹൃദയ എന്ന് പറയുന്നു ഇവിടെ. ഇനിയോ ഏത് ദേവിയാണ്? കാകിനി രൂപധാരിണി. ഏതാണ് ദേവി? കാകിനി രൂപത്തിലിരിക്കുന്ന ദേവിയാണ്. ആ ദേവിക്ക് നമസ്കാരം. അപ്പോൾ ഇവിടെ കാകിനി യോഗിനിയുടെ രൂപത്തിൽ ഇങ്ങനെ ഈ ചക്രത്തിലിരിക്കുകയാണ്. സ്വാധിഷ്ഠാന ചക്രത്തിൽ പരാശക്തി ഇരിക്കുകയാണ്. ആ ദേവിയെ നമസ്കാരം. വന്ദന ശ്ലോകം കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞതെല്ലാം അതിനകത്ത് വരും. ധ്യാന ശ്ലോകം. സ്വാധിഷ്ഠാനാഖ്യ പദ്മേ രസദലലസിതേ വേദവക്ത്രാം ത്രിനേത്രാം ഹസ്താഭ്യാം ധാരയന്തിം ത്രിശിഖഗുണകപാലാഭയാന്യാത്തഗർവാം മേധോധാതു പ്രതിഷ്ഠാം മലിതമദമുദിതാം ബന്ദിനിം മുഖ്യയുക്താം പീതാം ദദ്യോധനേഷ്ടാം അഭിമതഫലദാം കാകിനിം ഭാവയാമി. സ്വാധിഷ്ഠാനാഖ്യ പത്മേ, സ്വാധിഷ്ഠാന പത്മത്തിലിരിക്കുന്നു. രസദല ലസിതേ വേദവക്ത്രാം, രസമാണ് അവിടെ അവിടുത്തെ തന്മാത്ര. രസദല ലസിതേ വേദവക്ത്രാം ത്രിനേത്രാം, 3 നയനങ്ങളാണ് ദേവിക്കുള്ളത്. ഹസ്താഭ്യാം ധാരയന്ത്യം ത്രിശിഖ ഗുണ കപാല ഭയാന്യാത്ത ഗർവാം, 4 കൈകളിലും 4 ആയുധങ്ങൾ പിടിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞാൽ മേധോധാതു, കൊഴുപ്പെന്ന ധാതുവിലാണ് എഴുതിയിരിക്കുന്നത്. ബന്ദിനി മുഖ്യയുക്താം, ബന്ദിന്യാദി ദേവതകളാൽ ചുറ്റപ്പെട്ട അക്ഷരദേവതകളാൽ ചുറ്റപ്പെട്ടവളാണ്. അത് കഴിഞ്ഞാൽ പീതാം, മഞ്ഞ നിറമാണ്. ദദ്യോധനേഷ്ടാം, ദഹി തൈരുകൊണ്ടുള്ള ഭക്ഷണം വളരെയധികം ഇഷ്ടപ്പെട്ടതാണ്. അമിത ഫലതാം, ധാരാളം വരം കൊടുക്കുന്നവളാണ്. കാകിനിം ഭാവയാമഹ എന്നാണ്. ആ കാകിനി ദേവിയെ ഞങ്ങളെല്ലാവരും ധ്യാനിക്കുന്നു. അപ്പോൾ സംശയം മാറിക്കാണുമെന്ന് കരുതുന്നു. ഇതെല്ലാം
ദേവിയുടെ സ്വരൂപങ്ങളായിട്ടുള്ള യോഗിനിമാരാണ്. ഇനി 106-ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. ഇവിടെ ആ, ദേവി ഒരു ശ്ലോകവും പിന്നെ ഒരു ശ്ലോകത്തിൻ്റെ പകുതിയുമാണ്. അത് കഴിഞ്ഞാൽ അടുത്ത ശ്ലോകത്തിലേക്ക്, അടുത്ത ചക്രത്തിലേക്ക് പോവുകയാണ്. രണ്ട് ചക്രങ്ങൾ, രണ്ട് ശ്ലോകങ്ങളായിരുന്നു ഇതുവരെയുള്ള ഓരോ ചക്രത്തിലും. ഇവിടെ 1.5 ശ്ലോകങ്ങളായി മാറുകയാണ്. അപ്പോൾ 106-ാമത്തെ ശ്ലോകത്തിൽ മൂലാധാരാംബുജാരൂഢ പഞ്ചവക്ത്രാസ്തി സംസ്ഥിത അങ്കുശാദിപ്രഹരണ വരദാദി നിഷേവിത. അപ്പോൾ അങ്ങനെ വിശുദ്ധി ചക്രത്തിൽ നിന്നും മൂലാധാര ചക്രത്തിലെത്തി. ഇവിടെ മൂലാധാര അംബുജാരൂഢ, മൂലാധാര ചക്രത്തിലെ അംബുജത്തിൽ ഇരിക്കുന്നവളാണ് ദേവി. അവിടെയാണ് നമുക്കറിയാം, കുണ്ടലിനി വളരെ വിശദമായിട്ട് പഠിച്ചതാണ്. ഒരു മിന്നൽ പിണരിൻ്റെ അത്രയും ആകൃതിയിൽ, അല്ലെങ്കിൽ താമര നൂലിൻ്റെ അത്രയും നേർത്തിട്ട് 3.5 ചുറ്റായിട്ട് കുളകുണ്ടാലയ എന്നുള്ള നാമം കണ്ടപ്പോൾ കഴിഞ്ഞു. ആ കമഴ്ത്തി വെച്ചിരിക്കുന്ന കുണ്ടം പോലെ താഴോത്ത് അധോമുഖമായിട്ട് കുണ്ടലിനി ശക്തി അങ്ങനെ ആ സഹസ്രാരത്തിൽ നിന്നും ഇറങ്ങിയിട്ട് അവിടെ കുടികൊള്ളുകയാണ്. എവിടെ? മൂലാധാര ചക്രത്തിൽ. അവിടെയാണ് ദേവിയുടെ വാസസ്ഥാനം. അപ്പോൾ മൂലാധാരമാകുന്ന പത്മത്തില് ആരൂഢയായവളാണ്. അതുകൊണ്ട് മൂലാധാരാംബുജാരൂഢ എന്നാണ് ദേവിയെ പറയുന്നത്. അപ്പോൾ ഷഡാധാരങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും താഴെയുള്ളത് മൂലാധാരമാണ്. മറ്റുള്ള എല്ലാ ചക്രങ്ങൾക്കും ആധാരം കൂടിയാണ് മൂലാധാരം. അതുകൊണ്ടാണ് അതിനെ മൂലാധാര ചക്രം എന്ന് പറയുന്നത്. അവിടെ ദേവി കുണ്ടലിനി രൂപത്തില് പരാശക്തി 3.5 ചുറ്റുള്ള ഒരു സർപ്പാകൃതിയില് താമര നൂൽ പോലെ നേർത്ത് അധോമുഖമായിട്ട് ആ കുളകുണ്ടാലയ, ആ കുണ്ടത്തിൽ ഇരിക്കുകയാണ് ദേവി. ആ ദേവിയെ നമ്മൾ കാണുന്നു, മൂലാധാര അംബുജാരൂഢ. അപ്പോൾ ഇവിടെ 4 ദളങ്ങളുള്ള പത്മമാണ് മൂലാധാരം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തുടങ്ങിയപ്പോൾ ഓരോന്നിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. 16 ദളങ്ങളിൽ നിന്നും 12ആയി, 12 അത് 10ആയി, പിന്നെ 6ആയി, പിന്നെ 4ആയി മാറുകയാണ്. 4 ഇതളുകളുള്ള താമരയുടെ കർണികയിലാണ് ഈ ദേവി ഇരിക്കുന്ന പരാശക്തി സാഗിനി രൂപത്തിലിരിക്കുന്നത്, ഉപദേവിയായിട്ട് സാഗിനി രൂപത്തിലിരിക്കുന്നത്. അപ്പോൾ അവിടെ 4 അക്ഷര ദേവതകളുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് ഓരോ നാമങ്ങളായിട്ട് കാണാം. മൂലാധാര അംബുജാരൂഢ. 515-ാമത്തെ നാമം പഞ്ചവക്ത്ര. പഞ്ചവക്ത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ ദേവിക്ക് 5 മുഖങ്ങളാണ്. ഒരു തത്വമുള്ളപ്പോൾ ഒരു മുഖമായി, 2 തത്വമായപ്പോൾ 2 മുഖമായി, 3 തത്വം, 3-ാമത്തെ തത്വം വന്നപ്പോൾ 3 മുഖങ്ങളായി, 3 തന്മാത്രകളായപ്പോൾ 4-മതായപ്പോൾ 4 എണ്ണമായി. ഇനി 5-മത് നോക്കാം. അപ്പോൾ ആകാശത്തു നിന്ന് ശബ്ദം, അത് വിശുദ്ധി ചക്രത്തിലായിരുന്നു. വായുവിൽ നിന്നും സ്പർശം, അത് അനാഹത ചക്രത്തിലായിരുന്നു. അഗ്നിയിൽ നിന്നും രൂപം, അത് നാഭിചക്രം മണിപ്പൂര ചക്രത്തിലായിരുന്നു. ജലത്തിൽ നിന്നും രസം, അത് സ്വാധിഷ്ഠാന ചക്രത്തിലായിരുന്നു. ഇനി മണിപ്പൂര ചക്രത്തിൽ നിന്നും താഴത്ത് പോയിട്ട് നമ്മൾ എവിടേക്കാണ് പോകുന്നത്? മൂലാധാര ചക്രത്തിൽ. മൂലാധാരം എന്ന് പറഞ്ഞാൽ പൃഥ്വി തത്വമാണ്. സ്റ്റെബിലൈസേഷൻ, ഒരാളുടെ കർമ്മങ്ങളെ മുഴുവൻ സ്റ്റെബിലൈസ് ചെയ്യുന്ന തത്വമാണ് മൂലാധാരത്തിലിരിക്കുന്ന ശക്തി. എന്ത് കർമ്മം ചെയ്യണമെങ്കിലും മൂലാധാരത്തിലിരിക്കുന്ന ആ ശക്തി സ്ഥിരമായിരിക്കണം. അത് പൃഥ്വി തത്വമാണ്. പൃഥ്വിക്കാണുള്ളത് ഗന്ധം. ഒരു പുതുമഴ പെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയാൻ പറ്റും ആ പുതുമഴയുടെ ആ മണ്ണിൻ്റെ മണം എന്താണെന്ന്. അപ്പോൾ പൃഥ്വിക്ക് ഗന്ധമുണ്ട്. ആകാശത്തിന് ശബ്ദം മാത്രമേ ഉള്ളൂ. വായുവിന് ശബ്ദവും സ്പർശവുമുണ്ട്. അഗ്നിക്ക് ശബ്ദവും സ്പർശവും രൂപവുമുണ്ട്. ജലത്തിന് ശബ്ദവും സ്പർശവും രൂപവും രസവുമുണ്ട്. പൃഥ്വിക്ക് ശബ്ദമുണ്ട്, സ്പർശമുണ്ട്, രൂപമുണ്ട്, രസമുണ്ട്, ഗന്ധവുമുണ്ട്. അതുകൊണ്ട് 5 മുഖങ്ങളാണ് ഇവിടെ ഈ ദേവിക്കുള്ളത്. ഏതാണ് ദേവിയായിരിക്കുന്നത്? സാഗിനി, സാഗിന്യംബ സ്വരൂപിണിയായിട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പൃഥ്വിക്ക് ഗന്ധം എന്നുള്ള അടിസ്ഥാന തത്വവും പിന്നെ ശബ്ദവും സ്പർശവും രൂപവും രസവുമുണ്ട്. അതുകൊണ്ട് 5 മുഖങ്ങളാണ് ഇവിടെ. 516-ാമത്തെ നാമം അസ്ഥി സംസ്ഥിത. ഇവിടെ 2 നാമമാണ്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. പഞ്ചവക്ത്രാസ്ഥി സംസ്ഥിത എന്ന് പറയുമ്പോൾ പഞ്ചവക്ത്ര, അസ്ഥി സംസ്ഥിത എന്ന് പറഞ്ഞ 2 നാമങ്ങളുണ്ട്. അസ്ഥി സംസ്ഥിത. അപ്പോൾ ഇവിടെ ഏതാണ് ധാതു? ഓരോന്നും കഴിഞ്ഞു. അപ്പോൾ ഇവിടെ വരുന്നത് അസ്ഥിയിലാണ് ഇരിക്കുന്നത്. ഈ സാഗിനി എന്ന് പറയുന്നത് നമ്മുടെ സപ്തധാതുക്കളിൽ അസ്ഥി എന്നുള്ള ധാതുവിലാണ് ഇരിക്കുന്നത്. അപ്പോൾ പൃഥ്വി, ഗന്ധം, അസ്ഥി, അങ്ങനെയാണ് അതിൻ്റെ കണക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ അസ്ഥി എന്ന ധാതുവിലിരിക്കുന്ന ദേവിയാണ്, നമ്മുടെ എല്ലിലിരിക്കുന്ന ദേവിയാണ്. ഇനിയോ ദേവി എന്താ പറയുന്നത്? അങ്കുശാദിപ്രഹരണ. അങ്കുശത്തെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. ദേവിയുടെ രൂപം, പാശവും അങ്കുശവും ഒക്കെ ദേവിയുടെ കൈകളിലുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്, എന്തിനാണെന്നുള്ളതും ഒക്കെയാണ്. എന്നാലും അങ്കുശം 4 അടിയുള്ള ഒരു തോട്ടിയും അതിനകത്ത് ഒരു ഹുക്കും, അതാണ് അങ്കുശം. ആനകളെ നിയന്ത്രിക്കുന്ന ആളുകളുടെ അടുത്തൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്കുശാദിയായിട്ടുള്ള
ആയുധങ്ങളാണ്. ഇവിടെ 4 കൈകളാണ് ഇവിടെയും. അങ്കുശം, കമലം, പുസ്തകം, ജ്ഞാനമുദ്ര. അപ്പൊ അഭയമുദ്ര മാറിയിട്ട് ഇവിടെ ജ്ഞാനമുദ്രയാണ്. അങ്കുശം, കമലം, പുസ്തകം, ജ്ഞാനമുദ്ര. ഈ 4 മുദ്രകളിലിരിക്കുകയാണ് അങ്കുശാദി എന്ന് പറഞ്ഞ അങ്കുശം പ്രധാനമായിട്ടുള്ള ആയുധം. അതിൻ്റെ കൂടെ തന്നെ കമലവും പുസ്തകവും ജ്ഞാനമുദ്രയും ധരിച്ചിരിക്കുന്ന ദേവിയാണ്. പ്രഹരണം എന്ന് പറഞ്ഞ ആയുധം തന്നെയാണ്. പ്രഹരിക്കാൻ ഉപയോഗിക്കുന്ന എന്താണ്? ആയുധം പ്രഹരിക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്കുശാദി പ്രഹരണ. 518 നാമം വരദാദി നിഷേവിത. വരദാദി നിഷേവിത ആരായിരിക്കും? വരദ തുടങ്ങിയ ദേവിമാരാൽ നിതരാം സേവിത. നിസേവിത എന്ന് പറഞ്ഞാൽ നിതരാം സേവിത, നന്നായി സേവിക്കപ്പെടുന്നവൾ. അപ്പോൾ വരദ. അപ്പൊ ഇവിടെ എത്ര പത്മത്തിന് എത്ര എതളുകളാണെന്നാ പറഞ്ഞിവിടെ? ഇവിടെ 4 എതളുകളാണ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് പോകുന്നത്? 16, 12, 10, 6, ഇനി 4 എതളുകളാണ്. അപ്പൊ 4 എതളുകളാവുമ്പോൾ ഇവിടെ വ, ശ, ഷ, സ. ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. വ, ശ, ഷ, സ എന്നുള്ള അക്ഷരദേവിമാരാണ് ഇവിടെ. വാക്ക് വരദ, ഷാക്ക് ശ്രീ, ഷാക്ക് ഷണ്ട, സാക്ക് സരസ്വതി. അപ്പോൾ ഇവിടെ സരസ്വതിയായിട്ട് കണക്ഷനാണ് ഇവിടെ. അപ്പോൾ ഈ എല്ലാ 4 അക്ഷരദേവതകളാണ് ഇവിടെ. അവരാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്, അവരാൽ സേവിക്കപ്പെട്ടവളാണ് ഈ ദേവി. ഇനിയോ അടുത്ത ശ്ലോകം കൂടി നമ്മൾ വായിക്കുമ്പോൾ മുഴുവൻ രൂപം കിട്ടും. മുദ്ഗൗദനാസക്ത ചിത്ത സാഗിന്യാംബ സ്വരൂപിണി ആജ്ഞാ ചക്രാബ്ജ നിലയ ശുക്ലവർണ ഷടാനന. മുദ്ഗൗദനാസക്ത ചിത്ത. ഇവിടെ ദേവിക്ക് എന്താണ് ആസക്തി? എന്ത് കഴിക്കാനാണ് ഇഷ്ടം? മുദ്ഗൗദനാസക്ത ചിത്ത. മുദ്ഗം എന്ന് പറഞ്ഞാൽ ചെറുപയർ. ചെറുപയറിനാണ് മുദ്ഗം എന്ന് പറഞ്ഞാൽ. ഓദനം എന്ന് പറഞ്ഞാൽ ചോറ് കൊണ്ടുണ്ടാക്കിയ അന്നത്തിനെയാണ് ഓദനം എന്ന് പറഞ്ഞത്. അപ്പോൾ മുദ്ഗൗദനം, മുദ്ഗം കൊണ്ടുണ്ടാക്കിയ ഓദനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അരിയും പയറും കൂട്ടിയിട്ടുള്ള, ഇപ്പം നമ്മളെ ഈ പൊങ്കല്, കിച്ചടി എന്നൊക്കെ പറയും. ഇത് അരിയും പയറും ചെറുപയറും അരിയും കൂട്ടിയിട്ടാണ് കിച്ചടി ഉണ്ടാക്കുക. അതുപോലെ തന്നെ പൊങ്കലിനും തമിഴ്നാട്ടിലൊക്കെ ചെറിയും അരിപയറും രണ്ടും കൂടിയും കൂട്ടിയിട്ടാണ് വേവിക്കുക. അപ്പോൾ അങ്ങനത്തെ ഭക്ഷണ പദാർത്ഥം നിവേദിച്ചാൽ വളരെ തൃപ്തിയുള്ളതാണ് ഈ ദേവി. മുദ്ഗൗദനാസക്ത ചിത്ത. കുറച്ച് വിഷമമുള്ള നാമമാണ്, ഇത് ഓർത്ത് പഠിക്കണം. മുദ്ഗൗദനാസക്ത ചിത്ത. മുദ്ഗൗദനം കൊണ്ട് പെട്ടെന്ന് തൃപ്തിപ്പെടുന്ന ആസക്തിയുള്ള ചിത്തമുള്ളവളാണ് ഈ ദേവി. 520 സാഗിന്യംബ സ്വരൂപിണി. ഇപ്പൊ പകുതിയായതേ ഉള്ളൂ ആ ശ്ലോകത്തില്, 107. ഇപ്പൊ മുദ്ഗൗദനാസക്ത ചിത്ത സാഗിന്യംബ സ്വരൂപിണി. സാഗിനി എന്ന അമ്പയുടെ സ്വരൂപം ധരിച്ച പരാശക്തി. ആ പരാശക്തിയുടെ ധ്യാന ശ്ലോകം കൂടി കഴിഞ്ഞ് നമ്മൾ അടുത്ത ആജ്ഞാചക്രാബ്ജ നിലയ എന്നുള്ള അടുത്ത ക്ലാസ്സിൽ പോകാൻ നമുക്ക് കുറച്ച് സമയം നഷ്ടമായി, അല്ലെങ്കിൽ അതും തീർക്കാമായിരുന്നു. അപ്പൊ ആ ധ്യാന ശ്ലോകം നോക്കാം. മൂലാധാരസ്ഥ പദ്മേ ശ്രുതിതലലസിതേ പഞ്ചവക്ത്രാം ത്രിനേത്രാം ധൂമ്രാഭാമസ്തി സംസ്ഥാം ശ്രീണിമഭികമലം പുസ്തകം ജ്ഞാനമുദ്രാം ബിഭ്രാണം ബാഹുദണ്ഡേഹി സുലളിതവരദാം പൂർവശക്ത്യാവൃതാം താം മുദ്ഗാന്നാസക്തചിത്താം മധുമദമുദിതാം സാഗിനിം ഭാവയാമഹ. ഇപ്പൊ ഇവിടെ അങ്ങനെയുള്ള മൂലാധാര പത്മത്തിലിരിക്കുന്ന 4 ദളങ്ങളുള്ള 3 നേത്രങ്ങളുള്ള ധൂമ്രം. അത് പറഞ്ഞില്ല, മറ്റുള്ളിടത്തൊക്കെ പറഞ്ഞിരുന്നു എന്താണ് കളറെന്ന്. ഇവിടെ എന്താണ്? ധൂമ്രവർണ്ണമാണ്. ധൂമ്രമാണ് ദേവിയുടെ വർണ്ണം. വേണമെങ്കിൽ ഒരു നാമം കൂടിയൊക്കെ ഉണ്ടാക്കാമായിരുന്നു, അപ്പോൾ 1000 കൂടി പോകും, അതുകൊണ്ട് പറഞ്ഞിട്ടില്ല. ധൂമ്രാവാം അസ്ഥി സംസ്ഥാം. അസ്ഥി ധാതുവിലിരിക്കുന്നതാണ്. പുസ്തകവും ജ്ഞാനവും ഒക്കെ പിടിച്ചിരിക്കുകയാണ്. ബിഭ്രാണാം ബാഹുദണ്ഡേ സുലളിത വരദാം പൂർവശക്തിയാവൃതാം താം മുദ്ഗൗദം. അന്നം പ്രിയമാണ്. മധുമദമുദിതാം. ദേവിക്ക് ഇഷ്ടമാണ് മധു, ഇഷ്ടമാണ്. സാഗിന്യാം ഭാവയാമ. ആ രൂപത്തിലുള്ള സാഗിനിയെ ഞങ്ങളെല്ലാവരും ധ്യാനിക്കുന്നു. ഇങ്ങനെ ആ ദേവിയെ ധ്യാനിച്ചുകൊണ്ട്, സാഗിന്യാമ്പായിട്ടിരിക്കുന്ന പരാശക്തിയെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഇന്നിവിടെ അവസാനിപ്പിക്കാം. ഈ നാമങ്ങളൊക്കെ വളരെ ശക്തിയുള്ളതാണ്. നമ്മുടെ ശരീരം തന്നെയാണ്, നമ്മുടെ ശരീരത്തിലിരിക്കുന്ന പരാശക്തിയായിട്ടുള്ള ദേവിയെ തന്നെയാണ് ഇവിടെ വിവരിക്കുന്നത്. ഖണ്ഡത്തിലെ വിശുദ്ധിയിൽ നിന്ന് തുടങ്ങി നമ്മളിപ്പോൾ ഏറ്റവും താഴത്തിലുള്ള ചക്രത്തിലെത്തി അല്ലേ. ഇനി മുകളിൽ നമുക്ക് 2 ചക്രങ്ങളേ ഉള്ളൂ. ഭൂമധ്യസ്ഥാനത്തുള്ള ആജ്ഞാചക്രം, ഷഡ്ചക്രം കഴിയും. അതിനുശേഷം സഹസ്രാരം എന്ന് പറഞ്ഞാൽ അതിന് ചക്രം എന്ന് പറയില്ല, അത് അൾട്ടിമേറ്റ് ആണ്. അത് രണ്ടുമേ ബാക്കിയുള്ളൂ അവിടുത്തെ. അപ്പം 5 ദേവിമാരെ നമ്മൾ കണ്ടു, യോഗിനികളെ. ഇനി 2 ദേവിമാരും കൂടിയുണ്ട്. അപ്പൊ 7 യോഗിനിമാര് അവസാനിക്കുകയാണ്. അവരെല്ലാവരെയും മനസ്സിൽ ധ്യാനിച്ച് ഇന്നത്തെ ക്ലാസ് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം, സമർപ്പിക്കാം. ഓം പൂർണ്ണ
പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.